ഹായ് സുഹൃത്തുക്കളെ, വാസ്തുവീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് തറ മുതൽ ഒരു വീടിൻ്റെ സൺസൈഡ് പണി നടക്കുന്നത് വരെയുള്ള ഭാഗങ്ങളാണ്. പൂഴിമണ്ണുള്ള സ്ഥലത്ത് തറ പണിതിരിക്കുന്നത് 3 അടി താഴ്ത്തിയിട്ടാണ്. അതിലടിയിൽ കോൺക്രീറ്റ് ചെയ്ത്, കമ്പിയില്ലാതെ കോൺക്രീറ്റ് ചെയ്ത് 10 സെൻറ്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് കരിങ്കല്ല് കൊണ്ട് പണിതിരിക്കുന്നത്. മുകളിൽ 15 സെൻറ്റിമീറ്റർ കനത്തിൽ ബെൽറ്റ് ഇട്ടിട്ട്, പിന്നീട് അതിൻ്റെ മുകളിൽ അതിനുള്ളിൽ ചുവന്ന മണ്ണ് മിക്സ് ചെയ്ത് JCB ഉപയോഗിച്ച് മിക്സ് ചെയ്ത് നന്നായി, മഴയുള്ള സമയമായതുകൊണ്ട് നന്നായിട്ട് അത് ചെളിക്കൂട്ടിയിട്ടുണ്ട്. ഇത് മണലൂര് പാലത്തിൻ്റെ സ്റ്റോപ്പിൻ്റെ കിഴക്ക് ഭാഗത്ത് ആശാ ജയപ്രകാശിൻ്റെ വീടിൻ്റെ പണിയാണിത്. ഇതിൻ്റെ കോൺട്രാക്ടർ ഷെജിമോൻ പൊങ്ങണാമൂല, തൃശ്ശൂർ. കോൺക്രീറ്റ് പണികളിലെല്ലാം ചെയ്യുന്നത് മണലൂർ തന്നെയുള്ള ജോസേട്ടനാണ്. കട്ടപ്പണികൾ ചെയ്യുന്നത് മണലൂരുള്ള വിൻസെൻ്റ് ചേട്ടൻ. ഇനി കട്ടള വയ്പ്പാണ് ഇനി കാണിക്കുന്നത്. കട്ടള വയ്പ്പിൻ്റെ അളവുകളെല്ലാം കറക്റ്റാക്കി, മധ്യസൂത്രത്തിനൊക്കെ അളവ് കണക്കാക്കി. ഇന്നവിടെ ആശയുടെ അമ്മ വന്നിട്ടുണ്ട്. പിന്നെ മുത്താശ്ശേരി പൂജ ചെയ്യുന്നുണ്ട്. ആശാരിയെ മണികണ്ഠൻ പടുത്താങ്കുളം ഏൽപ്പിച്ചിട്ടുള്ള ആശാരിയാണിത്. ഈ കട്ടള ജനലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പെരുവല്ലൂരുള്ള മണികണ്ഠൻ പടുത്താക്കുളമാണ്. ഇത് ആശയുടെ അമ്മ അവിടെ സ്വർണവും നാണയങ്ങളും അവിടെ കട്ടളയ്ക്ക് അടിയിൽ സമർപ്പിച്ച് ഇനി കട്ടള വയ്ക്കാനുള്ള പരിപാടിയാണ്. ഇത് പെരുവല്ലൂർ സ്കൂളിന് സമീപമുള്ള മണികണ്ഠൻ പടുത്താകുളമാണ് ഈ കട്ടള, ഇവിടുത്തെ കട്ടളയും ജനലുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് തേക്കിൻ്റെ കട്ടളയാണ്. ജനലുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പ്ലാവിൻ്റെ തടിയിലാണ്. ഇനിയിപ്പോൾ ഈ കട്ടള വയ്ക്കാൻ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ പച്ച ഷർട്ട് ഫുൾ കൈയിട്ട് നിൽക്കുന്നതാണ് മണികണ്ഠൻ. വെള്ളം കൊണ്ടെടുത്ത് നിൽക്കുന്നത് ലെവൽ കറക്റ്റാക്കി വെച്ചിട്ട് ഇനി അവർ അതിനെ തലഭാഗം ഉയർത്തി ഇവിടേക്ക് കയറ്റി വയ്ക്കുവാനുള്ള പരിപാടിയാണ്. അത് തല ഉയർത്താനുള്ള പരിപാടിയാണ്. പൂജയൊക്കെ കഴിഞ്ഞ കട്ടള ഇനി 3 പ്രാവശ്യം കട്ടള വയ്ക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഈ കട്ടള സ്ഥാനത്തേക്ക് വയ്ക്കുക. അളവുകളെല്ലാം കറക്റ്റാക്കി മണികണ്ഠൻ നോക്കുന്നുണ്ട്. മധ്യസൂത്രം കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത് ഇനി കറക്റ്റ് പൊസിഷനിലേക്ക് എടുത്തു വയ്ക്കാനുള്ള പരിപാടിയാണ്. നല്ല മഴയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് തോർച്ച കിട്ടി. കട്ടളവെപ്പിൻ്റെ സമയത്ത് ഒന്ന് മഴ മാറി നിന്നു. കട്ടളവെപ്പ് കഴിഞ്ഞിട്ടും നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. ഇതവർ സാവധാനം കട്ടള വെച്ചു. 3 പ്രാവശ്യം ചോദിച്ച് കട്ടള കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഇനി കയറിട്ട് തൂക്ക് കറക്റ്റാക്കി കെട്ടാനുള്ള പരിപാടിയാണ്. അവിടുത്തെ കട്ടപ്പണി നടത്തുന്നത് വിൻസെൻ്റ് ചേട്ടനാണ്, മണലൂരുള്ള വിൻസെൻ്റ് ചേട്ടൻ. കോൺക്രീറ്റ് പണികളൊക്കെ ചെയ്യുന്നത് മണലൂർ തന്നെയുള്ള ജോസേട്ടനാണ്.
ഒരു കല്ലൊക്കെ വെച്ച് അതിന്മേലേക്ക് ബാലൻസ് കറക്റ്റാക്കി കെട്ടുകയാണ്. ഈ കല്ല് കണ്ണൂർ കല്ലാണ് കേട്ടോ, കണ്ണൂർ കല്ല്. 14 ഇഞ്ച് നീട്ടമുള്ള കല്ലാണത്. നല്ല കല്ലുകളാണ്. സാധാരണ കല്ലുകൾ 12 ഇഞ്ചാണ് വലിപ്പമുണ്ടാവുക. അത് 14-ലും സ്വല്പം ഒരു പൊടിക്ക് കൂടുതലാണ്. ഞങ്ങൾ അളന്ന് നോക്കി, അപ്പോൾ കൂടുതലാണ് അതിൻ്റെ നീട്ടം. കല്ലിൻ്റെ മുകളിൽ വേറെ കല്ല് വെച്ച് വെയിറ്റ് വെച്ച് വലിച്ചു കെട്ടി കറക്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കട്ട്ളപ്പ് കഴിഞ്ഞു. ഇതാണ് കണ്ണൂർ കല്ല്. നല്ല സൂപ്പർ കല്ലുകൾ ഇങ്ങനെ ഇരിക്കണം. അലുവ മുറിച്ചതുപോലെ കാണാൻ തന്നെ എന്താ ചന്തം. ഈ കല്ലുകൾ കൊണ്ടാണ് പണി. ഇനി പണി ജനലുകളും വാതിലുകളൊക്കെ വെച്ചു. നടുക്കിലെ വാതിൽ, ഫ്രണ്ട് വാതിൽ തേക്കും, ജനലുകളെല്ലാം പ്ലാവുമാണ്. കോൺക്രീറ്റ് തൂണുകളെല്ലാം വാർത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് പണിയും കൂടി ഉണ്ട്. ഉള്ളിലത്തെ നടുമുറ്റത്തിൻ്റെ തൂണുകൾ വാർക്കാനുണ്ട്. സൺസൈഡിന് അവിടെ തട്ടടിക്കുന്നുണ്ട്. അവരടുത്തേക്കൊന്ന് പോയി നോക്കി. അതിൻ്റെ മുകളിൽ 2 ഹിന്ദിക്കാരിരുന്ന് പണിയുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ഇത്രയും പണിയുടെ വിശേഷങ്ങൾ. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.